ക്ഷമയോടെ കാത്തിരിക്കുക. നിനക്ക് മറുപടി പറയാൻ കഴിയാത്തിടത്ത് കാലം മറുപടി പറയും. ചില സാഹചര്യങ്ങളിൽ നമ്മൾ എത്ര ശ്രമിച്ചാലും മറ്റുള്ളവരെ കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്താനോ നമുക്കെതിരെ വരുന്ന ആരോപണങ്ങൾക്ക് മറുപടി പറയാനോ കഴിഞ്ഞെന്ന് വരില്ല. നമ്മൾ ഓരോരുത്തരുടെ ജീവിതത്തിലും ചില സമയങ്ങളുണ്ട് നമ്മൾ ശരിയായിരുന്നിട്ടും തെറ്റുകാരായി മാറുന്ന നിമിഷങ്ങൾ. മനുഷ്യരുടെ ഒരു സ്വഭാവം എന്താണെന്നറിയോ? ആരെങ്കിലും നമ്മളെ കുറ്റപ്പെടുത്തിയാൽ, തെറ്റായി സംസാരിച്ചാൽ ഉടനെ നമ്മളതിനെ ന്യായീകരിക്കാൻ തുടങ്ങും. പക്ഷേ പലപ്പോഴും നമ്മുടെ ന്യായീകരണങ്ങൾ കേൾക്കാൻ മറ്റുള്ളവർ തയ്യാറാകില്ല. നമ്മളെക്കുറിച്ച് മോശമായി വിശ്വസിക്കാനാണ് ലോകത്തിന് താല്പര്യം. അതുകൊണ്ട് തന്നെ സത്യം എത്ര വലുതായാലും അവരതിന് നേരെ കണ്ണടയ്ക്കും. ഇത്തരം സന്ദർഭങ്ങളിൽ മനസ്സ് തളർന്നു പോകാതെ ക്ഷമയോടെ ഇരിക്കുക. ക്ഷമയോടെ ഇരിക്കുക എന്ന് പറഞ്ഞാൽ അതിനർത്ഥം എല്ലാം സഹിച്ച് നിശബ്ദനായി ഇരിക്കണം എന്നല്ല. എത്ര വലിയ പ്രകോപനങ്ങൾക്കിടയിലും സ്വന്തം മനസ്സിൻ്റെ നിയന്ത്രണം നഷ്ടപ്പെടാതെ സൂക്ഷിക്കുന്നതാണ് ക്ഷമ. തർക്കങ്ങൾ ജയിക്കാൻ വാക്കുകൾ വേണമെന്നില്ല. ചില സമയങ്ങളിൽ മൗനമാണ് ഏറ്റവും നല്ല മറുപടി. വാക്കുകൾ കൊണ്ട് തോൽപ്പിക്കാൻ നോക്കുന്നവരെ നിശബ്ദത കൊണ്ട് നേരിടണം. നുണ ജയിച്ചെന്നും സത്യം ഒറ്റപ്പെട്ടു പോയെന്നും നമുക്ക് തോന്നാം. തെറ്റിദ്ധാരണകൾക്കും നുണകൾക്കും ആയുസ് വളരെ കുറവാണ്. സത്യം തെളിയാൻ സമയം ആവശ്യമാണ്. വിതച്ച ഉടനെ ചെടിയിൽ നിന്ന് ഫലം ഉണ്ടാവില്ല. അതിന് അതിൻ്റേതായ സമയം ആവശ്യമാണ്. അതുപോലെ നിങ്ങൾക്കെതിരെയുള്ള തെറ്റിദ്ധാരണകൾ മാറാനും സമയം ആവശ്യമാണ്. കാലം കടന്നു പോകുമ്പോൾ ഓരോ തെളിവും ഓരോ സാഹചര്യങ്ങളും സത്യത്തിന് അനുകൂലമായി വരും. അന്ന് സത്യം പുറത്തു വരുന്നത് തടയാൻ ആർക്കും കഴിയില്ല. ഓരോ വ്യക്തികളും നമ്മളെ കാണുന്നത് സ്വന്തം കാഴ്ചപ്പാടുകളിലൂടെ മാത്രമാണ്. അവരുടെ മുൻവിധികൾ, അനുഭവം, മാനസികാവസ്ഥ എന്നിവയ്ക്കനുസരിച്ചാണ് അവർ നമ്മളെ വിലയിരുത്തുന്നത്. അവർക്കറിയില്ല നമ്മൾ അനുഭവിക്കുന്ന കഷ്ടപ്പാടുകളെക്കുറിച്ചോ നമ്മൾ നേരിടുന്ന പോരാട്ടങ്ങളെക്കുറിച്ചോ. നമ്മുടെ ജീവിതത്തിൻ്റെ ചെറിയൊരു ഭാഗം മാത്രം കണ്ടിട്ടായിരിക്കും പലരും നമ്മുടെ വിധി എഴുതുന്നത്. ആരെങ്കിലും നിങ്ങളെ തെറ്റിദ്ധരിച്ചാൽ ഉടനെ പ്രതികരിക്കാൻ നിന്ന് നിങ്ങളുടെ മനസ്സമാധാനം കളയരുത്. നിങ്ങൾ ശരിയാണെന്ന് നിങ്ങൾക്കുറപ്പുണ്ടെങ്കിൽ മറ്റൊരാളുടെ സർട്ടിഫിക്കറ്റിൻ്റെ ആവശ്യം നിങ്ങൾക്കില്ല. നിങ്ങളൊരു പുസ്തകമാണെങ്കിൽ ആ പുസ്തകത്തിലെ ഒരു പേജ് മാത്രം വായിച്ചിട്ടാണ് അവർ നിങ്ങളെ വിലയിരുത്തുന്നത്. ഇവിടെ തോറ്റുകൊടുക്കരുത്. നിങ്ങളുടെ സത്യം നിങ്ങൾക്കറിയാമെങ്കിൽ ലോകം എന്ത് വിചാരിക്കും എന്നോർത്ത് വിഷമിക്കരുത്. കാലം ആ പുസ്തകത്തിൻ്റെ ബാക്കി താളുകൾ അവർക്ക് മുന്നിൽ തുറന്നു വയ്ക്കുക തന്നെ ചെയ്യും. സ്വന്തം തെറ്റുകൾ മറച്ചുവെച്ച് മറ്റുള്ളവരെ ബലിയാടാക്കാൻ ചിലർക്ക് ഒരു പ്രത്യേക കഴിവുണ്ട്. നിങ്ങളുടെ വളർച്ച ഇഷ്ടപ്പെടാത്തവർ മറ്റുള്ളവരുടെ മുന്നിൽ നിങ്ങളെ മോശക്കാരായി ചിത്രീകരിക്കും. കാര്യങ്ങൾ പൂർണ്ണമായും മനസ്സിലാക്കാതെ നിങ്ങളെ കുറ്റപ്പെടുത്തുന്നവരും ഉണ്ടാവും. ഇത്തരം സന്ദർഭങ്ങളിൽ നിങ്ങൾ ദേഷ്യപ്പെടുകയോ ബഹളം വയ്ക്കുകയോ ചെയ്താൽ നിങ്ങൾ കുറ്റക്കാരായതുകൊണ്ടാണ് ഇങ്ങനെ പ്രതികരിക്കുന്നത് എന്ന് വരുത്തി തീർക്കാൻ അവർക്ക് എളുപ്പമാകും. ലോകം മുഴുവനും നിങ്ങൾക്ക് നേരെ വിരൽ ചൂണ്ടിയാലും നിങ്ങളുടെ മനസാക്ഷിക്ക് മുന്നിൽ നിങ്ങൾ സത്യസന്ധരാണെങ്കിൽ പിന്നെ എന്തിനു ഭയപ്പെടണം? വാക്കുകൾ കൊണ്ട് തർക്കിച്ച് ജയിക്കാൻ ശ്രമിക്കുന്നത് പലപ്പോഴും പരാജയമായിരിക്കും. ചിലപ്പോൾ ജീവിതം നമ്മളെ ക്രൂരമായി പരീക്ഷിക്കും. നമ്മൾ സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്ത കുറ്റങ്ങൾ നമ്മുടെ തലയിൽ കെട്ടിവെക്കാൻ ആളുകൾ ശ്രമിക്കും. ഈ ലോകം മുഴുവനും നമുക്കെതിരെയാണ് എന്ന് തോന്നിപ്പോകും ആ നിമിഷങ്ങളിൽ. പ്രിയപ്പെട്ടവർ പോലും സംശയത്തോടെ നോക്കുമ്പോൾ ചങ്ക് തകർന്നിരിക്കാനേ നമുക്ക് കഴിയൂ. കനൽ ചാരം മൂടിക്കിടന്നാലും അതിൻ്റെ ചൂട് ഇല്ലാതാകുന്നില്ല. സത്യം കനൽ പോലെയാണ്. സമയമാകുമ്പോൾ നുണകളുടെ ചാരം കാറ്റിൽ പറന്നു പോകും. അന്ന് തിരിച്ചറിയും ഈ ലോകം നിങ്ങൾ ആരാണെന്ന്. മൗനമായിരിക്കുന്നത് മറുപടി പറയാൻ ഇല്ലാത്തത് കൊണ്ടല്ല, മറിച്ച് അനാവശ്യമായ തർക്കങ്ങളിൽ ഏർപ്പെട്ട് നമ്മുടെ വിലപ്പെട്ട സമയം കളയാൻ താല്പര്യമില്ലാത്തത് കൊണ്ടാണ്. നിങ്ങൾ മൗനമായിരുന്നാൽ പലരും നിങ്ങളെ നോക്കി പരിഹസിക്കും. നിങ്ങളുടെ മാന്യതയെ അവർ ബലഹീനതയായി കാണും. നിങ്ങൾ പേടിച്ചിട്ടാണെന്നും നിങ്ങൾക്ക് മറുപടി പറയാൻ അറിയാത്തത് കൊണ്ടാണെന്നും അവർ വിശ്വസിക്കും. ആഴമുള്ള കടൽ എപ്പോഴും ശാന്തമായിരിക്കും. കാലം ഒരിക്കൽ
നിങ്ങളുടെ ശരികൾ അവർക്ക് മുന്നിൽ തുറന്നു വയ്ക്കുമ്പോൾ നിങ്ങളുടെ മൗനത്തിന് എത്രത്തോളം ശക്തിയുണ്ടായിരുന്നു എന്ന് അവർ തിരിച്ചറിയും. കോടതികൾക്കും മനുഷ്യർക്കും തെറ്റുപറ്റിയേക്കാം. പക്ഷേ കാലത്തിൻ്റെ വിധിയിൽ ഒരിക്കലും തെറ്റുപറ്റില്ല. കാലം ആരുടെയും പക്ഷം പിടിക്കില്ല. അത് സത്യത്തെയും കള്ളത്തെയും വേർതിരിച്ചെടുക്കാൻ കൃത്യമായ സമയമെടുക്കും. ഇന്ന് നിങ്ങളെ കുറ്റപ്പെടുത്തിയവർക്ക് മുന്നിൽ സത്യം തെളിയുമ്പോൾ കാലം അവിടെ നീതി നടപ്പിലാക്കുകയാണ് ചെയ്യുന്നത്. ഈ പ്രപഞ്ചത്തിന് അതിൻ്റേതായ ഒരു നീതിപീഠമുണ്ട്. അവിടെ സമയം എന്ന വലിയൊരു ന്യായാധിപനുണ്ട്. ആ ന്യായാധിപൻ്റെ മുന്നിൽ ആർക്കും ഒന്നും ഒളിച്ചു വയ്ക്കാൻ കഴിയില്ല. ഇന്ന് നിങ്ങളെ കല്ലെറിഞ്ഞവർക്ക് കാലം ഒരിക്കൽ കൃത്യമായ മറുപടി നൽകും. ക്ഷമയോടെ കാത്തിരിക്കുക. കാലത്തിൻ്റെ വിധി എന്നും സത്യത്തിനൊപ്പമായിരിക്കും. നീതി ലഭിക്കാൻ വൈകുന്നു എന്ന് തോന്നുമ്പോൾ പരിഭ്രമിക്കരുത്. നിന്റെ ഭാഗത്താണ് ശരിയെങ്കിൽ ആ ശരി തെളിയിക്കാനുള്ള ചുമതല കാലത്തിന് വിട്ടുകൊടുക്കുക. നിനക്ക് വേണ്ടി കാലം കണക്ക് ചോദിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. പുതിയൊരു കണ്ടന്റുമായി അടുത്ത വീഡിയോയിൽ കാണാം.